വചനവയൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് ക്ലാസ് 1 സൃഷ്ടാവായ ദൈവം, പാഠം 10 ദേവാലയത്തിൽ പോകുന്ന ഈശോ. മാതാപിതാക്കളോടൊത്ത് ഈശോ ദേവാലയത്തിൽ പോയിരുന്നു, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവവചനം കേൾക്കാൻ, തിരുനാളിൽ പങ്കുചേരാൻ. നമുക്ക് പാടാം. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനെ, പരിപാവനനാം അമർത്യനെ, കാരുണ്യം നീ ചൊരിയണമേ. നിറം കൊടുക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ദേവാലയത്തിൻ്റെ രേഖാചിത്രത്തിന് നിറം കൊടുക്കുക. ദൈവം വസിക്കുന്ന ഭവനമാണ് ദേവാലയം. അവിടെ എല്ലാവരും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, ദൈവവചനം കേൾക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പോലെ ഞാനും എൻ്റെ മാതാപിതാക്കളോടൊപ്പം ദേവാലയത്തിൽ പോകും. ഉചിതമായ പദം എടുത്തെഴുതുക. ഞാൻ ദൈവത്തെ സ്തുതിക്കും, ദൈവവചനം കേൾക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. കൈകൾ കൂപ്പാം. ഈശോയെ, ദേവാലയത്തിൽ ഭക്തിപൂർവ്വം പെരുമാറുവാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ, ദേവാലയത്തിൽ ഭക്തിപൂർവ്വം പെരുമാറുവാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് പാടാം. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം, കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. വഴി കാണിക്കാമോ? പള്ളിയിൽ പോകുവാൻ വഴി അറിയാതെ വിഷമിക്കുന്ന ഈ കുട്ടിയെ സഹായിക്കാമോ? എൻ്റെ ഇടവക പള്ളിയുടെ പേര് സെൻറ് തോമസ് ചർച്ച്, പുന്നത്തുറ. മനഃപ്പാഠമാക്കാം. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. സങ്കീർത്തനം 150:1. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. സങ്കീർത്തനം 150:1. പാഠത്തിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം 1. ഈശോ ആരുടെ കൂടെയാണ് ദേവാലയത്തിൽ പോയിരുന്നത്? ഉത്തരം: മാതാപിതാക്കളുടെ കൂടെ. ചോദ്യം 2. ദേവാലയത്തിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: ദൈവത്തെ സ്തുതിക്കാൻ, ദൈവവചനം കേൾക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ചോദ്യം 3. ദൈവം വസിക്കുന്ന ഭവനത്തിൻ്റെ പേര് പറയുക. ഉത്തരം: ദേവാലയം. ചോദ്യം 4. നമ്മുടെ ഇടവക പള്ളിയുടെ പേര് പറയുക. ഉത്തരം: സെൻറ് തോമസ് ചർച്ച്, പുന്നത്തുറ.